നമസ്കാരം. ചില ആളുകളുണ്ടല്ലോ, ഒരു കാര്യമില്ലെങ്കിലും കയറി അറഞ്ചം പുറഞ്ചം അങ്ങോട്ട് പ്രാകും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടേ. ഈ ചണ്ടാള ബാബ എന്ന പേരിലുള്ള ഒരു ചെറുപ്പക്കാരൻ, സന്യാസി ആയിട്ടുള്ളത്. സന്യാസി എന്ന് വെച്ചാൽ മോഡേൺ സന്യാസിയാണ്. താടിയും മുടിയൊക്കെ വളർത്തി വികൃത രൂപത്തിലൊന്നും നടക്കുന്നില്ല. നല്ല ടിപ്പ് ടോപ്പായിട്ടുള്ള സന്യാസി. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ഈ ചണ്ടാള ബാബയും ബാബുസ്വാമി അറിയാലോ. ബാബുസ്വാമിയും പിന്നെ വേറൊരു സുഹൃത്തും കൂടെ കലാഭവൻ ഒരു പാട്ടിന് അവർ ചോട് വെക്കണട്ടാ. യാതൊരു അശ്ലീലമില്ല, ഒന്നുമില്ല കേട്ടോ അതിൽ. ആ വീഡിയോയ്ക്ക് കുറേ പേര് നെഗറ്റീവ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ആയിക്കോട്ടെ. പക്ഷെ ഒരുത്തൻ്റെ കമൻറ്റ്, ഏതെങ്കിലും ഒരു ലോറി വന്ന് ഇവൻ്റെ മേൽ കയറണമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഈ ചണ്ടാല ബാബ ആയാലും ബാബുസ്വാമി ആയാലും മറ്റേ ഞാൻ കണ്ടില്ല അതാണ്. ഇവരൊക്കെ ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ ദ്രോഹിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ? നമ്മളൊരാളെ പ്രാകുമ്പോൾ എന്ത് സംഭവിക്കാന്നറിയോ? തിരിച്ച് ബൂമറാങ്ങായിട്ട് ആ ആൾക്ക് തന്നെ കിട്ടും. അത് മനസ്സിലാക്കാത്തവരാണ് ഈ ജാതി പ്രാഗ്. അപ്പം ഞാനതിന് കമൻ്റ് ഇട്ടു, ബൂമറാങ്ങെന്ന് മാത്രം കമൻ്റ് ഇട്ടു. അപ്പം ഉണ്ട് അവൻ വന്നിട്ട് എനിക്കിട്ട് കമൻ്റ് ഇടുക. അത് ചോദിക്കാൻ നീ ആരാന്ന്, ഞാൻ ആരാന്നൊക്കെ അവനറിയും. എനിക്കിപ്പോൾ ഈ പറയണ ചണ്ടാള ബാബയുടെ ഒന്നും ഒരു ആരാധനയും ഇല്ല. അവരവരുടെ വിശ്വാസം. നമുക്ക് നമ്മുടെ വിശ്വാസത്തിന് നിൽക്കാനായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് നമ്മുടെ മതവിശ്വാസങ്ങൾ. ഇങ്ങനെ ഒരാളുടെ വിശ്വാസത്തിനെ, മതവിശ്വാസം താല്പര്യങ്ങളെ എതിർക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മതവും പാടില്ല. എന്തേ? എല്ലാ പുരോഹിതന്മാരും ഓരോരോ ഗോഷ്ഠികളും കോമാളിത്തരങ്ങളല്ലോ, ഓരോ പ്രാർത്ഥനകൾ ചൊല്ലുന്നു, ഓരോ രീതിയിലുള്ള ആരാധികളും മറ്റുള്ളതൊക്കെ നടത്തുന്നു. ഒരു കാര്യത്തിനെയും അംഗീകരിക്കാൻ പാടുണ്ടോ? ഇപ്പോൾ തിരുനാവായയിൽ നടക്കുന്ന ആ മഹാമാഘമേള, അതിനെ ചില പ്രത്യേക മതക്കാർ കേട്ടോ, അതോട് പ്രത്യേകം ഞാൻ കണ്ട കമൻറ്റ് ക്രിസ്ത്യൻ്റെ ഒരു കമൻറ്റാണ്. അയാൾ വല്ലാതെ തെറി വിളിച്ചുകൊണ്ട് കമൻ്റ് ഇട്ട് കണ്ടു. അങ്ങനെ കളിയാക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പോൾ കർത്താവ് ചുമന്നെന്ന് പറയുന്ന കുരിശിനേക്കാളും വലിയ കുരിശ്, വലിയ മരങ്ങളൊക്കെ അങ്ങനെ തന്നെ മുറിച്ച് കുരിശാക്കിയിട്ടാണ് ഓരോമാർ തോളിൽ ചുമന്നുകൊണ്ട് മലയാറ്റൂർ കയറുന്നത്. ആരെങ്കിലും പുച്ഛിക്കുന്നുണ്ടോ, പരിഹസിക്കുന്നുണ്ടോ? എന്തേ? ഞങ്ങൾക്ക് മാത്രം എന്തോ ആവാം, വേറെ ആരും ഒന്നും ചെയ്യാൻ പാടില്ല എന്നല്ല അവൻ്റെ ചിന്താഗതി. നമ്മളെന്തിനാ മറ്റുള്ളവരെ കളിയാക്കണത്? ഓരോരുത്തരും അവരുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവിച്ചോട്ടെ. എല്ലാവർക്കും കൂടെ ജീവിക്കാം. എല്ലാ മതങ്ങൾക്കും മറ്റാരും മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ മതത്തിലേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് വീടുകൾ തോറും വന്ന് ദൈവം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. ഇതാ കണ്ട ഒരു കൂട്ടർ കൊണ്ടുവന്നതാണ്. ഇതിപ്പോൾ ആത്മരക്ഷയും ജീവിതവും, ഒരുപാട് സന്തോഷം, പിന്നെന്താണ്, തകരുന്ന തലമുറ മോചനം എവിടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന ഒരു കൂട്ടർ. ഇങ്ങനെ ആരും ചെയ്യുന്നില്ലല്ലോ. ഇതൊക്കെ ചെയ്യാൻ പാടില്ലാത്തത്.